ഹായ് ഹലോ എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലുകളായിട്ടാണ് കേട്ടോ. ഈ നിരന്നിരിക്കണൊക്കെ ഫ്രാഗ്രൻസ് ഓയിലുകളാണ്. നമ്മൾ സോപ്പിന് സ്മെല്ലിന് വേണ്ടി ചേർക്കൂലേ. അപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഫ്രാഗ്രൻസ് ഓയിലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ എത്ര ക്വാണ്ടിറ്റി വെച്ചാണ് കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലുകളാണ് കേട്ടോ ഈ ഇരിക്കുന്നതെല്ലാം. ഇതെല്ലാം ഒരു 50 ml ബോട്ടിലാണ് കാണുന്നത്. ഇത് നമ്മൾ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 25 ml ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. 25 ml, 50 ml, 100 ml അങ്ങനെയൊക്കെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഓരോരോ ഫ്രാഗ്രൻസ് ഓയിലുകൾ നമുക്ക് നോക്കാം. എന്നെ കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട്, ചേച്ചി ഫ്രാഗ്രൻസ് ഓയിലുകൾ ഇപ്പോൾ ചേച്ചി യൂസ് ആക്കുന്നതിൽ ഏറ്റവും നല്ല മണമുള്ളത് ഏതാണ്, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ബിഗിനറാണ്, ഞങ്ങൾക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്, ഏതൊക്കെ ഫ്രാഗ്രൻസ് ഓയിലുകളാണ് നമുക്ക് കോമൺ ആയിട്ട് സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ആക്കാൻ പറ്റുന്ന ഫ്രാഗ്രൻസ് ഏതാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 22 ടൈപ്പ് ഫ്രാഗ്രൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം 50 ml ആണ് വരുന്നത്. ഇതിൽ ആദ്യത്തെ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് അലോവേരയുടെ ഫ്രാഗ്രൻസ് ആണ്. അലോവേരയുടെ ഫ്രാഗ്രൻസ് ഞാൻ അലോവേരയുടെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് കേട്ടോ യൂസ് ആക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോപ്പുമാണ്, അതുപോലെ തന്നെ ഫ്രാഗ്രൻസും ആണ് കേട്ടോ ഈ ഒരു അലോവേര എന്ന് പറയുന്നത്. നല്ല സ്മെല്ലാണ്. ഇപ്പോൾ മിക്ക കൂട്ടുകാരും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, അലോവേരയ്ക്ക് സ്മെല്ല് ഉണ്ടാകുമോ, പിന്നെ ഈ അലോവേരയുടെ സ്മെല്ല് നല്ലതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ചിലപ്പോൾ ചിന്തിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാകും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന സോപ്പുകളിൽ ഒന്നാണ് അലോവേരയുടെ സോപ്പ്. അപ്പോൾ അലോവേരയുടെ സോപ്പിൽ ഞാൻ അലോവേരയുടെ തന്നെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ആഡ് ചെയ്യാറ്. നല്ല സ്മെല്ലാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്മെല്ല്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇലഞ്ഞിയുടെ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. ഇലഞ്ഞിയുടെ നല്ല സ്മെല്ല് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ചെമ്പകത്തിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. ചെമ്പകത്തിൻ്റെയും നല്ല സ്മെല്ലാണ് കേട്ടോ. ഞാനിപ്പോൾ ചെമ്പരത്തിയുടെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ചെമ്പകത്തിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്യാറ്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് ചെമ്പകത്തിൻ്റെത്. പിന്നെ അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. മസ്കിൻ്റെ ഫ്രാഗ്രൻസിന് ഒരുപാട് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല, അത്യാവശ്യം നല്ല സ്മെല്ലാണ് വരുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മസ്കിൻ്റെ ഫ്രാഗ്രൻസ്. നമുക്ക് കോമൺ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇപ്പോൾ ബിഗിനറൊക്കെ ആയിട്ടുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ചൂസ് ചെയ്യാവുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ഇത് ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. ലാവണ്ടറും നമുക്ക് കോമൺ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഫ്രാഗ്രൻസ് ആണ്. ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നമുക്ക് വാങ്ങിക്കാവുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ലാവണ്ടറിൻ്റെത്. പിന്നത്തേത് ഡൗവിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. ഡൗവിൻ്റെ സ്മെല്ല് നല്ലതാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കോഫിയുടെ ഫ്രാഗ്രൻസ് ആണ്. അയ്യോ, കോഫിയുടെ ഫ്രാഗ്രൻസ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കടിച്ച് തിന്നാൻ തോന്നും കോഫിയുടെ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതുപോലെ സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ കോഫിയുടെ ഫ്രാഗ്രൻസിന്. ഇത് കോഫിയുടെ ഫ്രാഗ്രൻസ്. പിന്നെന്ന് പറയുന്നത് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ്. നമുക്ക് കോമൺ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ്. എല്ലാവരും ചോദിക്കുന്നതാണ്, ചേച്ചി പിയേഴ്സിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പിയേഴ്സിൻ്റെ കളർ വേണം, പിയേഴ്സിൻ്റെ സ്മെല്ല് വേണം. അപ്പോൾ നമുക്ക് കൂടുതലും പോകുന്ന ഫ്രാഗ്രൻസുകളിൽ ഒന്നാണ് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ്. പിന്നെ അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. ഇതും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന മറ്റൊരു സോപ്പ് എന്ന് പറയുന്നത് നീമിൻ്റെ സോപ്പാണ്. അപ്പോൾ നീമിൻ്റെ സോപ്പിന് ഞാൻ മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർക്കാറ്. നീമിൻ്റെ സോപ്പിന് മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് നല്ലതാണ്. അതുപോലെ തന്നെ തുളസിയുടെ ഫ്രാഗ്രൻസ് നല്ലതാണ്. നീമിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ഉണ്ട്, അത് നല്ലതാണ്. അപ്പോൾ ഞാൻ യൂസ് ആക്കുന്നത് നീമിൻ്റെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. നമ്മുടെ കസ്റ്റമർക്കും ഈ ഒരു സ്മെല്ല് ഇഷ്ടമാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇത് മൈസൂർ സാൻഡലിൻ്റെ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. നല്ല സ്മെല്ല് തന്നെയാണ് മൈസൂർ സാൻഡൽ വരുന്നത്, ചന്ദനത്തിൻ്റെ മണം. പിന്നെ ഇത് നമ്മുടെ ബേബി ഫ്രാഗ്രൻസ് ആണ്. ബേബി ഫ്രാഗ്രൻസ് ഞാൻ കോമൺ ആയിട്ട് നമ്മുടെ നാൽപ്പാമരാതിയുടെ സോപ്പ് ഉണ്ടാക്കുമല്ലോ, ഗോഡ് മിൽക്കിൻ്റെ ബേസ് വെച്ചാണ് ചെയ്യാറ് കൂടുതലും. അപ്പോൾ അന്നേരം ഈ ഒരു ബേബി ഫ്രാഗ്രൻസ് ആണ് യൂസ് ആക്കുന്നത്. നമ്മുടെ അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ആണ്. ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇവാരയുടെ ഫ്രാഗ്രൻസ് ആണ്. പിന്നെന്ന് പറയുന്നത് ലെക്സിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. പിന്നെ ഇത് ലാവിസോളാണ്. ലാവിസോളിൻ്റെ നല്ല സ്മെല്ലാണ്.
പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇത് ബ്രൂട്ടിൻ്റെ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് ലെമണിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. ഇത് C+ എന്ന് പറഞ്ഞൊരു ഫ്രാഗ്രൻസ് ആണ്. പിന്നെ ഇത് ഊതിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. ഊതൊക്കെ നമ്മൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നേക്കണതാണ് കേട്ടോ. പിന്നെ തുളസിയുടെ ഫ്രാഗ്രൻസ്, നമുക്ക് നീമിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തുളസിയുടെ ഫ്രാഗ്രൻസ് യൂസ് ആക്കാവുന്നതാണ്. പിന്നെ പപ്പായയുടെ ഫ്രാഗ്രൻസ്, പപ്പായയുടെ നല്ല സ്മെല്ല് തന്നെയാണ് കേട്ടോ. നമ്മുടെ പപ്പായ സോപ്പിന് പപ്പായയുടെ തന്നെ ഫ്രാഗ്രൻസാണ് യൂസ് ആക്കാറ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പപ്പായയുടെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് യൂസ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഫ്രാഗ്രൻസ് ഓയിലുകളാണ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലുകൾ എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ആക്കുന്ന ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് അലോവേര എടുക്കാറുണ്ട്. അതുപോലെ തന്നെ മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ്, പിന്നെ ചെമ്പകം, പിന്നെ അതുപോലെ തന്നെ മസ്ക്, ലാവണ്ടർ, ഇത്രയും ഫ്രാഗ്രൻസ് ആണ് കേട്ടോ കൂടുതലായിട്ടും ഞാൻ യൂസ് ആക്കുന്ന ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. എപ്പോഴും ഈ അലോവേരയുടെ സോപ്പ്, നീമിൻ്റെ സോപ്പ്, അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാൽപ്പാമരാതിക്കാരത്തിൻ്റെ സോപ്പ് ഉണ്ടല്ലോ, അത് കിട്ടാറുണ്ട്. അപ്പം അന്നേരം ഈ ബേബി ഫ്രാഗ്രൻസ് ഓയിൽ യൂസ് ആക്കും. ഈ സോപ്പൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ഓർഡർ വന്ന സോപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ബിഗിനറൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഫ്രാഗ്രൻസ് ഓയിൽ വാങ്ങിച്ച് വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മെഡിമിക്സ്, അതുപോലെ തന്നെ ചന്ദ്രിക, പിന്നെ ലാവണ്ടർ, പിയേഴ്സ്, ഇങ്ങനത്തെ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലുകളൊക്കെ ആദ്യം മേടിച്ചാൽ മതിയാകും. അപ്പോൾ തുടക്കമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് ഫ്രാഗ്രൻസ് ഓയിലുകളൊന്നും ചിലപ്പോൾ മേടിച്ച് കൂട്ടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് കുറച്ച് ഏണിങ്സൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ പതിയെ ഇങ്ങനെ ഒരുപാട് ഫ്രാഗ്രൻസ് ഓയിലൊക്കെ വാങ്ങിക്കാവുന്നതാണ്. 25 ml എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ വരുന്നത്. നമുക്ക് 1 കിലോ ബേസിലേക്ക് 20 മുതൽ 25 വരെ ഫ്രാഗ്രൻസ് ചേർക്കാവുന്നതാണ്. സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സ്മെല്ല് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ചിലർക്ക് ലൈറ്റായിട്ട് മതിയാകും, ചിലർക്ക് നല്ല രീതിയിൽ സ്മെല്ല് വേണം. 25 ml എന്ന് പറയുമ്പോൾ ഇത്രയാണ് കേട്ടോ വരുന്നത്. പിന്നെ 50 ml എന്ന് പറയുമ്പോൾ ഇത്രയും വരും. 100 ml എന്ന് പറയുമ്പോൾ ഇത്രയും വരും കേട്ടോ. ഇത് 25 ml, 50 ml, 100 ml ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 25 ml ആണ് കേട്ടോ വരുന്നത് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ചില കൂട്ടുകാർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ നമ്മൾ ഈ സോപ്പിന് ഉപയോഗിക്കുന്ന ഈ ഫ്രാഗ്രൻസ് ഓയിലുകൾ തന്നെയാണോ ലിപ് ബാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ സോപ്പിന് ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസ് ഓയിലുകളൊന്നും എടുത്ത് ലിപ് ബാം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കരുത്. ലിപ് ബാമിന് വേണ്ടിയതായിട്ടുള്ള ഫ്രാഗ്രൻസ് വേറെയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ സ്ട്രോബെറിയുടെ ഫ്രാഗ്രൻസ് ഓയിൽ, അതുപോലെ തന്നെ വാനില, ബ്ലൂബെറി, അങ്ങനത്തെ കുറച്ച് ലിപ് സേഫ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. അതൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഫ്രാഗ്രൻസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രാഗ്രൻസ് ഓയിലുകൾ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോള് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ടും പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് നാൾ കഴിഞ്ഞ് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ പറയുന്ന റേറ്റ് ആയിരിക്കില്ല അന്നേരത്തെ ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ റേറ്റിനെ കുറിച്ച് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഫ്രാഗ്രൻസ് ഓയിലുകളൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.